ഇന്ന് നമുക്ക് ഡാൽഡ അഥവാ വനസ്പതി വെച്ചൊരു കേക്ക് തയ്യാറാക്കാം. ഇതൊരു ഫ്രൈഡ് കേക്കാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 500 ഗ്രാം മൈദ അല്ലെങ്കിൽ ആൾ പർപ്പസ് ഫ്ലോർ, 150 ഗ്രാം വനസ്പതി, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഏലക്കാപ്പൊടി ആവശ്യത്തിന്, ചൂടുവെള്ളം, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ മൈദ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഡാൽഡയിലേക്ക് ചൂടുവെള്ളം 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് പതുക്കെ മെൽറ്റ് ആയിക്കൊള്ളും. ഡാൽഡ എന്നുള്ളത് ശരിക്കും ഒരു ബ്രാൻഡ് നെയിമാണ്. വനസ്പതി. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മൈദയിലേക്ക് പൊടിച്ച പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർക്കാം. ഏലക്കാപ്പൊടിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ഡാൽഡ ചേർക്കാം. ഡാൽഡ ഒട്ടും ഹെൽത്തി അല്ല, അതുകൊണ്ട് വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ മതി ഈ കേക്ക്. ഇതിന് നമുക്ക് പതുക്കെ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കാം. വെള്ളം കുറവുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഡാൽഡയിൽ നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിരുന്നു. ഇപ്പോഴത്തെ നന്നായി നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പാർട്ടാക്കാം. ഇപ്പോഴിത് 2 പാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരെണ്ണം എടുത്ത് അല്പം കട്ടിയിൽ പരത്തിയെടുക്കാം. ഇപ്പോഴിത് അല്പം കട്ടിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് പരത്തേണ്ടത്. ഇനി നമുക്കിത് സ്ട്രൈപ്സായി കട്ട് ചെയ്യാം. ഇനി നമുക്കിതിന് ഓപ്പോസിറ്റായി കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരോ ചെറിയ ക്യൂബ്സായി കിട്ടും. ഇപ്പോൾ മുഴുവനായും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ ബാക്കി വെച്ച മാവും പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കിയ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂടിയാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന ഉടനെ തന്നെ അത് ബ്രൗൺ കളറാവും. ഉൾവശം വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അധികം ലോ ഫ്ലെയിമിലാവാതിരിക്കാനും ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലായാൽ എണ്ണ കുടിക്കും. ഇപ്പോൾ ചെറുതായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിത് ആവശ്യത്തിന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.